പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ സമൃദ്ധി, അതുപോലെ തന്നെ ദൈവികമായ കരുതൽ, ഇത് രണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെറിറ്റി. അപ്പൊ നമുക്ക് ഈ പ്രോസ്പെറിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും പലരുടെ മനസ്സിനകത്ത് പെട്ടെന്ന് കയറി വരുന്ന ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാ പ്രോസ്പെറിറ്റി? ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സമൃദ്ധിയെ കുറിച്ചുള്ള ഒരു ഒഫൻസീവ് മെന്റാലിറ്റി നമ്മുടെ അകത്തുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ആളുകൾ പറയാറുണ്ട് പ്രോസ്പെറിറ്റി ഗോസ്പൽ. അപ്പൊ പ്രോസ്പെറിറ്റി പറയുന്നവരെ വേറൊരു ഗോസ്പലിന്റെ ആളുകളായിട്ട് തന്നെ കാണും. അതുകൊണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോസ്പെറിറ്റി എന്നതിനെ യഥാർത്ഥമായിട്ട് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട്. അതായത് പഴയ നിയമ ദേവാലയത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്, അതിന്റെ വില എന്ന് പറയുന്നത്, ദേവാലയത്തിന്റെ പുറമെ തേച്ചിരുന്ന സ്വർണവും അവിടുത്തെ ഉപകരണങ്ങളെല്ലാം പൊതിഞ്ഞിരുന്ന സ്വർണവും വെള്ളിയും ഒക്കെ ആയിരുന്നു പഴയ നിയമ ദേവാലയത്തിന് വില കൽപ്പിച്ചതും മാന്യത കൽപ്പിച്ചിരുന്നതും ഒക്കെ. എന്നാൽ പുതിയ നിയമ ദേവാലയത്തിനകത്ത് ഇതൊന്നുമല്ല ദേവാലയത്തിന് വില കൽപ്പിക്കുന്നത്. ദേവാലയത്തിന് വില കൽപ്പിക്കുന്നത് അകത്തുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്. അഥവാ പുറമെ ആ ദേവാലയത്തിന് ചുറ്റുപാടും എത്ര ആളുകൾ വരുന്നു എന്നതോ അവിടെ പുറമെ എത്രത്തോളം യാഗങ്ങൾ നടക്കുന്നു എന്നതോ അല്ല പുതിയ നിയമ ദേവാലയത്തിന്റെ പ്രസക്തി. പഴയ നിയമ ദേവാലയത്തിന്റെ പ്രസക്തി അതായിരുന്നു. എത്ര ആളുകൾ വരുന്നു, കൂടുന്നു, യാഗങ്ങൾ എത്ര നടക്കുന്നു. നമുക്കറിയാം, ശാലോമോന്റെ കാലത്ത് ദേവാലയം പണി പൂർത്തിയാക്കിയപ്പോൾ, അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അവർ കൊടുത്ത ദാനധർമ്മങ്ങളുടെ അളവുകൾ പറയുന്നു. പുതിയ നിയമത്തിൽ അതിനോട് നൽകപ്പെട്ട പാത്രങ്ങളുടെ കണക്കുകൾ പറയുന്നു. അതിന്റെ എണ്ണം പറഞ്ഞു വരുമ്പോൾ തന്നെ ദേവാലയത്തിന്റെ മനോഹാരിത അത്രത്തോളം വിവരിക്കുവാനായിട്ടാണ് അതിന്റെ ഓരോ വാക്കുകളെയും അല്ലെങ്കിൽ ഓരോ വർണ്ണനകളെയും അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദേവാലയത്തിന്റെ യഥാർത്ഥമായ ദേവാലയം എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം 21 19 വാക്യത്തില് യേശു പറഞ്ഞു, നിങ്ങൾ മന്ദിരം പൊളിക്ക്, ഞാൻ 3 ദിവസത്തിനത് മന്ദിരം പണിയും. എന്നാൽ 21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവ് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാവൂന്ന് പറഞ്ഞു. അപ്പൊ യേശു തന്റെ ശരീരത്തെ മന്ദിരമാക്കി പറയുമ്പോൾ ഈ മന്ദിരത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ വെള്ളിയിൽ പൊതിയപ്പെട്ടിരുന്ന സ്വർണമാണോ? അല്ല, സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ്, മനുഷ്യ സാദൃശ്യത്തിൽ, പാപ ജഡ സാദൃശ്യത്തിലാണ് അവർ വന്നത്. മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു. അപ്പൊ ആ പുറമേയുള്ള ഒന്നും ആയിരുന്നില്ല യേശുവിനെ ആ മനോഹരമാക്കി, അല്ലെ ദേവാലയം എന്ന് പറയുന്ന കൺസെപ്റ്റ് യേശുവിൽ കാണാൻ സാധിക്കും. അതായത് പുറമേയുള്ള പ്രത്യേകതകളൊന്നും ആയിരുന്നു. കാരണം യേശു ഉറങ്ങി, യേശുവിന് വിശന്നു, യേശു ദാഹിച്ചു, യേശു ചിരിച്ചു, കരഞ്ഞു, ദേഷ്യപ്പെട്ടു, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ യേശുവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരില് അവരെയും യേശുവിനെ കണ്ട വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ ഒരു രൂപസാദൃശ്യം അവർ തമ്മിലുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് യൂദാസ് യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് വരേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ആ യേശുവിന്റെ പുറമെയുള്ള ഒന്നും ആയിരുന്നില്ല യേശുവിനെ ദൈവത്തിന്റെ ആലയം എന്ന ആ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തിച്ചത്. അകമേ വസിച്ച പുത്രത്വം. അകമേ അവനറിയാം, ഐ എം സൺ ഓഫ് ഗോഡ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമാണ്, നിങ്ങളുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകുന്നു, ഐ ആം എ സൺ ഓഫ് ഗോഡ്, ചൈൽഡ് ഓഫ് ഗോഡ്. ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടോ? ഒരു പ്രശ്നങ്ങളും നിങ്ങളെ തകർക്കത്തില്ല. അതിനുള്ള കപ്പാസിറ്റി ഒന്നിനുമില്ല. ഇവിടെ നമ്മള് ഈ ആലയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഴയ നിയമ ആലയത്തിന്റെ മനോഹാരിത പുറമെയുള്ള സ്വർണമായിരുന്നപ്പോൾ പുതിയ നിയമ ആലയത്തിന്റെ സൗന്ദര്യം, വില, മഹത്വം എന്ന് പറയുന്നത് അകമേ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. അതാണ് യഥാർത്ഥത്തിൽ പ്രോസ്പെറിറ്റി. അപ്പൊ പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ദൈവവും നാമും തമ്മിൽ ഉള്ളിലുള്ള കൂട്ടായ്മയെ തിരിച്ചറിയുന്നതാണത്. ആ തിരിച്ചറിവിൽ നിന്ന്
നമുക്ക് നൽകപ്പെടുന്നതാണ് പുറമെയുള്ള മറ്റല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഏതല്ല? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഒരാൾക്കൊരു ഒരു ബിസിനസ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ബിസിനസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇൻകം സോഴ്സ് ആണ്. ആ സോഴ്സിനെ ഫോക്കസ് ചെയ്യാതെ ഇൻകത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാലോ, പണം മാത്രം എണ്ണിക്കൊണ്ട് പണത്തെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ബിസിനസ് ശ്രദ്ധിക്കാതിരുന്നാൽ പണം വരത്തില്ല. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഒരു വലിയ സ്ഥലത്ത് മുഴുവൻ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈൻ എപ്പോഴും വൃത്തിയാക്കുന്നുണ്ട്, പുറമേ തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്, അതിന് ടാപ്പുകളൊക്കെ മാറ്റുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ആ വെള്ളം നിക്ഷേപിച്ചിരിക്കുന്ന കിണറോ ടാങ്കോ വേണ്ട പോലെ ശുദ്ധിയാക്കുകയോ അവിടെ വെള്ളത്തിന്റെ അവിടെ ഒഴുക്കിന് കുറവുകളോ കൂടുതലോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ കുറെ കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെയുള്ള ഈ ജലവിതരണം മുഴുവൻ തടസ്സപ്പെടും. അപ്പൊ ഈ സമൃദ്ധി എന്ന് പറയുന്നത് പുറമേ നമ്മൾ കാണുന്നതല്ല, അക്കമയുള്ള ദൈവത്തോടുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ നിന്ന് ഉളവാകുന്നതാണ് മറ്റെല്ലാം. എന്ത്? അത് സമൃദ്ധിയാകട്ടെ, വാഹനമാകട്ടെ, വീടാകട്ടെ, ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, നമ്മുടെ കുടുംബജീവിതമാകട്ടെ, സകലതും. ബിക്കോസ് ഓഫ് ദാറ്റ് ഫെലോഷിപ്പ് വി ആർ എൻജോയിങ് എവരിതിങ്. അപ്പോ പ്രൊവിഷൻ ഈസ് ഫ്രം പ്രോസ്പെറിറ്റി. അപ്പൊ ഈ നമ്മള് എന്താ ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പ്രയാസപ്പെടാൻ കാരണം ഈ പ്രോസ്പെറിറ്റിയെ നമ്മൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന സമ്പത്തോ വീടോ കാറോ ഒന്നും അല്ല. നമ്മുടെ അകമേ നാം അനുഭവിക്കുന്ന ദൈവത്തോടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പ് ഈസ് ദ റിയൽ പ്രോസ്പെറിറ്റി. അപ്പൊ ആ പ്രോസ്പെറിറ്റി അത് നമ്മൾ തിരിച്ചറിയണം. അത് നമുക്ക് ആവശ്യമല്ലേ? ഇപ്പൊ നമ്മൾ പ്രോസ്പെർ ആകണ്ടേ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമല്ല, നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മൾ വളരണ്ടേ? ചിലര് മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, പക്ഷെ ദൈവത്തോട് കൂട്ടായ്മയില്ല. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവത്തോട് ബന്ധമില്ല. അതല്ല പ്രോസ്പെറിറ്റി. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ ബി സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ഗോഡ് ഓൾവേസ്, ഇൻ എവറിഥിങ്, ഇൻ എവറി ടൈം, ഇൻ എവറി മൊമെന്റ്. ആ ഒരു ഫെലോഷിപ്പാണ് പ്രോസ്പെറിറ്റി. അങ്ങനെയാണ് നമ്മൾ പ്രോസ്പെർ ആകേണ്ടത്. ആ ഒരു പ്രോസ്പെറിറ്റി നമ്മൾ പ്രാപിക്കേണ്ടത്. അപ്പൊ അവിടെ ഈ പ്രോസ്പെറിറ്റി, അപ്പം ആ ദേവാലയത്തിന്റെ മനോഹാരിത പുറമേയുള്ള സ്വർണത്തിലായിരുന്നു. ഇപ്പോ പുതിയ നിയമത്തിലല്ല, അകമയുള്ള ഫെലോഷിപ്പിലാണ്. അപ്പൊ അകമയുള്ള ഫെലോഷിപ്പിൽ നിന്ന് പുറമേയുള്ള പ്രൊവിഷൻ എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കും. ആ അകമയുള്ള പ്രോസ്പെറിറ്റിയിൽ നിന്ന് സൗഖ്യം ഒഴുകും, വിടുതൽ ഒഴുകും, സ്വസ്ഥത ഒഴുകും. നമ്മുടെ ബോൾഡ്നെസ്, നമ്മുടെ ധൈര്യം, സകലതും അകമയുള്ള പ്രോസ്പെറിറ്റിയിൽ നിന്ന് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. യെസ്, അവിടെ നമ്മുടെ ജീവിതം അസാധാരണമായ അനുഗ്രഹിക്കപ്പെട്ടതായി, സാധാരണമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായി. നമുക്ക് ഇവിടെ ദേവാലയം പണി കഴിപ്പിച്ച ആള് ശലോമോനാണ്. വലിയ ധനവാനാണ്. അദ്ദേഹത്തിന്റെ ധനത്തിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുള്ളൂ. ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യന് എത്ര ധനമുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ അദ്ദേഹത്തെ ആരും മതിക്കത്തില്ല, ബഹുമാനിക്കത്തില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് പ്രയോജനം. ഇപ്പൊ ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിനെ ക്രയവിക്രയം ചെയ്യാനായിട്ടും ഉപയോഗിക്കാനായിട്ടും അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഉപയോഗിക്കാനായിട്ട്, പരിപാലിക്കാനായിട്ട്, വളർത്താനായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ജ്ഞാനമായിരിക്കും. ചിലർക്ക് നല്ല പദവിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജ്ഞാനമില്ലെങ്കിൽ, വിസ്ഡം ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രയോജനമില്ലാതെ തീരും. ഇത് ശലോമോന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശലോമോനൊക്കെ കർത്താവ് ചോദിച്ചൊരു ചോദ്യം, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോ അവൻ പറഞ്ഞൊരു കാര്യം, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തില് അതിന്റെ 7, 6, 7, 8 വാക്യങ്ങളിലൊക്കെ നമുക്കത് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. 5-ാം വാക്യത്തിലാണ് കർത്താവിന് ദൈവം പ്രത്യക്ഷനായി എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇത് പെരുപ്പമുള്ള ജനമാണ്, ഒരു വലിയ മഹാജാതിയാണ്. അതിന്റെ 8 മുതൽ 8-ാം വാക്യം ഞാൻ വായിക്കാം.
നീ തെരഞ്ഞെടുത്തതും പെരുപ്പ നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായി നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ഞാൻ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്രൗഡാണ്. അവിടെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് വേറെ റിക്വസ്റ്റ് ഒന്നുമില്ല. എനിക്ക് വേണ്ടത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തെ ന്യായപാലനം ചെയ്യാൻ. അപ്പൊ അതായത് അവിടെ പറയുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ശലോമോൻ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ജനത്തിന്റെ ഹൃദയം അറിഞ്ഞ് ഇവരെ നടത്താനുള്ള കഴിവെനിക്കണം. അപ്പൊ അവിടെ നമുക്കറിയാം, മോശയുടെ കാലത്ത് തന്നെ ദുശാഠ്യമുള്ള ജനമെന്നാണ്, ശാഠ്യമുള്ള ജനം. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ ദാവീദ് പലയിടത്തും എഴുതിയിട്ടുണ്ട്, അവര് ദൈവത്തോട് മരുഭൂമിയിലെ മസാനാളി ദൈവത്തോട് മത്സരിച്ചു, ഹൃദയകാഠിന്യമുള്ളവരെ നടന്നു. അപ്പൊ ഇവരുടെ ഹൃദയകാഠിന്യം എന്ന് പറയുന്നത് ഇവരെ ന്യായപാലനം ചെയ്യാൻ വലിയൊരു പ്രയാസമായിരുന്നു. അതുകൊണ്ട് ശലോമോൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇവരെ നടത്തണമെങ്കിൽ എനിക്ക് വേണ്ടത് ഇവരുടെ ഹൃദയം അറിയുന്ന ഒരു പ്രാപ്തി എനിക്ക്, ഇവരെ അറിഞ്ഞ് നടത്താനുള്ള ഒരു പ്രാപ്തി. ദാറ്റ്സ് വാട്ട് ഐ നീഡ്. എനിക്ക് വേണ്ടത് അതാണ്. ഇവരുടെ ഹൃദയം ഒന്ന് അറിഞ്ഞ്, ഇവരുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞ്, ഇവരുടെ മനോഭാവം അറിഞ്ഞ് ഇവരെ നയിക്കാൻ എനിക്ക് സാധിക്കണം. അതായിരുന്നു ആവശ്യപ്പെട്ടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ ദൈവം പറഞ്ഞൊരു കാര്യമാണ്. യെസ്, നീ വേറൊന്നും ചോദിച്ചില്ലല്ലോ. 11-ാം വാക്യം, ദൈവമാണ് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്ന്, നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് തരുന്നത് മഹത്വവും സമ്പത്തും കൂടെ നിനക്ക് തരിക. മഹത്വവും സമ്പത്തും കൂടെ നിനക്ക് തരിക. അപ്പൊ ഇവിടെ ദൈവം അവർക്ക് നൽകിയ മഹത്വം, ശലോമോൻ നൽകിയ മഹത്വം, സമ്പത്ത്, ഇതിനെല്ലാം അടിസ്ഥാന കാരണമായി പറയുന്നത് ഇവന് ദൈവം നൽകിയ ജ്ഞാനത്തോട് ചേർന്ന ജ്ഞാനം. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശലോമോൻ സമ്പന്നനായി തീരാനുള്ള കാരണം അവൻ ജ്ഞാനം ആവശ്യപ്പെട്ടതുകൊണ്ട്. ജ്ഞാനം ആവശ്യപ്പെട്ടവൻ, കർത്താവ് പറഞ്ഞു, നീ ദീർഘായുസ് ചോദിച്ചില്ല, ശത്രു സംഹാരം ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല. നീ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഈ ജനത്തെ പരിപാലിക്കാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം. ഇവരുടെ നടുവിലല്ലേ ഞാൻ ഇരിക്കുന്നത്, ഇവരെ നടത്തണ്ടേ. കാരണം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ ജനത്തെ, ഞാൻ എവിടെയായിരിക്കുന്നു അവരെ അറിഞ്ഞ് അവരുടെ കൂടെ നടക്കാൻ, അവരെ നയിച്ചു കൊണ്ടുപോകാനുള്ള ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്. ആ ജ്ഞാനത്തിന് കൂടെ നൽകപ്പെടുന്നതാണ് സമ്പത്ത്. ചിന്തിച്ചു നോക്കുക, ശലോമോന്റെ കാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയിരുന്നത് ശലോമോന്റെ ജ്ഞാനമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ടത്. ചുറ്റുമുള്ള രാജാക്കന്മാർ പോലും അവന്റെ ജ്ഞാനത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കൂടി വന്നു. കാരണം അത്രത്തോളം ശലോമോന്റെ ജ്ഞാനം പ്രസിദ്ധി ആർജിച്ചതായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ ചുറ്റുമുള്ള ദേശങ്ങളിൽ മാത്രമല്ല, നമുക്കറിയാം ആ ഒരു സമയത്ത് ജനവും വളരെയേറെ ശലോമോനെ ബഹുമാനിക്കത്തക്കവണ്ണം ജ്ഞാനത്തിൽ ശലോമോൻ ശ്രേഷ്ഠനായിരുന്നു. അപ്പൊ ശലോമോന്റെ അന്നത്തെ നിലനിൽപ്പിന്റെ എല്ലാം കാരണം അവന് ദൈവം നൽകിയിരുന്ന ജ്ഞാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടുകൾ ധാരാളം പേരെ കാണാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ധനമൊന്നും ഉള്ളവരല്ല, പക്ഷെ അവർ ജ്ഞാനമുള്ളവരായതുകൊണ്ട് സമൂഹത്തിൽ അവർ മാനിക്കപ്പെടുന്നത് കാണാൻ കഴിയും. എന്നാൽ വളരെ സമ്പന്നരായ പലരും ജ്ഞാനത്തോടെ പെരുമാറാതിരിക്കുമ്പോൾ വേണ്ടതുപോലെ സമൂഹത്തിൽ നിന്ന് അവർക്ക് അംഗീകാരം ലഭിക്കണമെന്നില്ല. ഒരുപക്ഷെ ആ സമ്പത്തിന്റെ ബാഹുല്യ നിമിത്തം ഒരുപക്ഷെ ചിലര് ബഹുമാനം കാണിച്ചേക്കാം. എന്നാൽ ജ്ഞാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജ്ഞാനത്താൽ അവൻ എല്ലായിടത്തും മാനിക്കപ്പെടും. അപ്പൊ ഇവിടെ ശലോമോന്റെ ജീവിതകാലത്ത്
ശാലോമോൻ രാജാവെന്ന നിലയിൽ മാത്രമല്ല, ജ്ഞാനി എന്ന നിലയിലും ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനായിരുന്നു. അപ്പൊ ശാലോമോന്റെ സമ്പത്തിന്റെ രഹസ്യം, അവൻ ജനത്തിന്റെ ഹൃദയം അറിഞ്ഞ് അവരുടെ നടുവിൽ ഇരുന്ന് അവരെ നയിച്ചവനായിരുന്നു ശാലോമോൻ. അപ്പൊ ഈ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവം നൽകിയ ജ്ഞാനം ശാലോമോനെ സമ്പന്നനാക്കി. അവന് ജനത്തെ അറിയാനും അവരെ നയിക്കാനും അത് ശാലോമോനെ സഹായിച്ചു. എന്നാൽ പ്രിയപ്പെട്ട, ഒരു പുതിയ നിയമത്തിൽ ദൈവവചനത്തിൽ പറയുന്നത്, നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ജ്ഞാനവും ബഹുമാനവും പുകഴ്ചയും സമ്പത്തും അവനുള്ളതെന്നാണ്, ധനവും മാനവും ഒക്കെ, അല്ലേ? അപ്പോഴ് നമ്മൾ ചിലർ പറയുന്നത് ധനം പിശാച് തരുന്നതാണ്. പക്ഷെ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് സകല ജ്ഞാനവും ബഹുമാനവും ധനവും അവനുള്ളതെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ധനവും അവൻ്റെതാണ്, ബഹുമാനം അവൻ്റെതാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് 12-ാം വാക്യം, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. അപ്പോഴ് അവിടെ പറയുന്നത് ധനവും ലഭിപ്പാൻ യോഗ്യൻ ആരാ? അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ധനം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവമക്കളുടെ ശത്രു അല്ല, അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. സാമ്പത്തികമായുള്ള അനുഗ്രഹം എന്ന് പറയുന്നതിന് നാം ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് ആ നിലയിലായിരിക്കുന്നതെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് വിമർശിക്കാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഫോക്കസ് റിസോഴ്സസിലാകരുത്, സോഴ്സിലാവണമെന്ന് മാത്രം. ഇവിടെ ശാലോമോന്റെ ജീവിതത്തിന്റെ വർധനവിനെ കുറിച്ച്, അനുഗ്രഹത്തെ കുറിച്ച് നമ്മളിവിടെ കാണുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അവൻ ജനത്തിന് നടുവിലിരിക്കുന്നു, അവരെ നടത്താനുള്ള ജ്ഞാനമായിരുന്നു ശാലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത്. ദൈവം അവന് കൊടുത്തു. അങ്ങനെ പഴയ നിയമത്തിൽ ശാലോമോന് നൽകിയ ജ്ഞാനം, ജനത്തിന്റെ ഹൃദയം അറിയുന്ന ജ്ഞാനം ശാലോമോന് ലഭിച്ചപ്പോൾ ശാലോമോനെ അത് സമ്പന്നനാക്കിയെങ്കിൽ നിങ്ങളുടെയും എന്റെയും പ്രത്യേകത എന്തെന്നറിയാം? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തില് അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, പഴയ നിയമത്തിൽ ശാലോമോന് ലഭിച്ചത് ജനത്തിന്റെ ഹൃദയം അറിയാനുള്ള ജ്ഞാനം. എന്നാൽ ഇവിടെ നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിന്റെ ഹൃദയം അറിയാനുള്ള ജ്ഞാനം. അപ്പൊ അവിടെ അവരെ സാമ്പത്തികമായി അവരെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പുറമേയുള്ള ശാലോമോന്റെ ജീവിതത്തിൽ ജ്ഞാനം, പുറമെയുള്ള സമ്പത്തിന് കാരണമായി തീർന്നു. എന്തുകൊണ്ടാണ്? ജനത്തിന്റെ ഹൃദയം അറിയുന്ന ജ്ഞാനം അത് അവനെ സമ്പന്നനാക്കി തീർത്തെങ്കിൽ നിങ്ങളെയും എന്നെയും സമ്പന്നന്മാരാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ജ്ഞാനം. യെസ്, ഹല്ലേലൂയ. അത് നമുക്ക് എന്ത് കൊണ്ടുവരുന്നറിയാമോ? ഞാൻ ആ വാക്യങ്ങള് 17-18 വാക്യങ്ങൾ വായിക്കും. എഫേസ്യ ലേഖനം 1-17. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, ജനത്തിന്റെ ഹൃദയം അറിയാനായിട്ട് ജ്ഞാനം പ്രാപിച്ച ശാലോമോൻ സമ്പന്നനായെങ്കിൽ ഇവിടെ പറയുന്നത് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകണം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. ആ പരിജ്ഞാനം നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വിശുദ്ധന്മാർക്ക് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നമുക്ക് അതിലൂടെ അറിവ് ലഭിക്കും. 2, വിശ്വസിക്കുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അത്യന്ത ധനം, അളവറ്റ വലിപ്പം, ഹല്ലേലൂയ, മഹിമാധനം, ഇതിന്റെ അറിവാണ് നമ്മുടെ അകത്ത് വരുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ശാലോമോൻ ജനത്തിന് നടുവിലിരുന്നപ്പോൾ അവരെ അറിയാനുള്ള ഹൃദയം, എന്നാൽ നാം ദൈവത്തിൽ വസിക്കുന്നതുകൊണ്ട് ദൈവത്തെ അറിയാനുള്ള ഹൃദയം. അവിടെയാണ് സമൃദ്ധി വരുന്നത്. അവിടെ നിന്നാണ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അവിടെയാണ് ഉയർച്ചയുടെ രഹസ്യം ഇരിക്കുന്നത്. അവിടെയാണ് ഉയർച്ചയുടെ മർമ്മം. അവിടെയാണ് ഉയർച്ചയുടെ ഉറവിടം. അവിടെയാണ് സമൃദ്ധി. അവിടെയാണ് സമ്പത്ത്. അവിടെയാണ് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥ.
ഇത് മാനുഷികമായ ചില ആ, 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 വാദപ്രതിവാദങ്ങൾ ലഭിക്കുന്നതല്ല. മാനുഷികമായ ചില പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതല്ല ഇത്. ഇത് അതിനതീതമായിട്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോടുള്ള ആമേൻ എന്താ പറയുന്നത്, ആമേൻ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ അവിടെ ഇത് പറയുമ്പോൾ 4-ാമത്തെ വാക്യത്തിലും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 3-ാം എഫേസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് പരിജ്ഞാനത്തെ കവിഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തമാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയും. അപ്പൊ നമ്മുടെ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പുറമേ ഉള്ളതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന മെന്റാലിറ്റി തെറ്റിപ്പോയി. എന്നാൽ അതല്ല പ്രോസ്പെരിറ്റി. പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തോട് നിങ്ങൾ പുലർത്തുന്ന ഡീപ്പ് റിലേഷൻഷിപ്പ്. ആ ഡീപ്പ് റിലേഷൻഷിപ്പിനോട് ചേർന്ന് മറ്റെല്ലാം ചേർന്ന്. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം 33-ാം പറയുന്നത്, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന് നീതി അന്വേഷിപ്പിൻ, അതോട് കൂടെ ഇതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. സമൃദ്ധി ദൈവമക്കളുടെ അവകാശമാണ്. സമൃദ്ധി ദൈവമക്കളുടെ അവകാശം. പഴയ നിയമത്തിൽ ഒരുവനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് കാണിക്കണമെങ്കിൽ സാമ്പത്തികമായുള്ള നന്മകൾ കാണിക്കണമായിരുന്നു. അതുകൊണ്ട് അത് കർത്താവ് ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾ ഞാനും സമൃദ്ധിയിലാണെന്ന് കാണിക്കണമെങ്കിൽ സമ്പത്ത് മാത്രം തന്നാൽ പോരാ. സമ്പത്ത് മാത്രമല്ല പ്രോസ്പെരിറ്റിയുടെ സൈൻ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്വസ്ഥത, നമ്മുടെ സാക്ഷ്യമുള്ള ജീവിതം, നമ്മുടെ താഴ്മ, വിശുദ്ധ ജീവിതം, മിതമായ സംസാരം, സ്നേഹം, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് പ്രിയപ്പെട്ടവരെ പ്രോസ്പെരിറ്റി. നമുക്ക് ഈ മറ്റെല്ലാ കാര്യവും കേൾക്കുമ്പോൾ കാണുമ്പോൾ എക്സൈറ്റ്മെന്റാ. ദൈവിക കാര്യത്തിലുള്ള അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പോഴും പ്രോസ്പർ അല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് കൂടി ഇരിക്കുന്നതിലല്ല നമ്മുടെ സന്തോഷം, മറ്റു പലതിലേക്കാണ്. ദാറ്റ് മീൻസ് വി ആർ നോട്ട് പ്രോസ്പർ. അപ്പൊ അവിടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഉള്ളിൽ നാം അനുഭവിക്കുന്ന ദൈവിക സമൃദ്ധി, സ്വസ്ഥത, അതാണ് യഥാർത്ഥത്തിൽ പ്രോസ്പെരിറ്റി. പുറമേ നാം കാണുന്ന ഒന്നിനെയും ആസ്വദിക്കുക എന്നതല്ല യഥാർത്ഥത്തിലെ പ്രോസ്പെരിറ്റി. അകമയുള്ള ദൈവ സാന്നിധ്യത്തെ ആസ്വദിക്കുന്നതാണ് യഥാർത്ഥ പ്രോസ്പെരിറ്റി. ആ അകമയുള്ളതിനെ എല്ലാവറ്റിനെയും എൻജോയ് ചെയ്യുമ്പോൾ വരുന്ന പ്രോസ്പെരിറ്റിയിൽ നിന്ന് പുറമെ സകല മേഖലകളിലും വർദ്ധിച്ചു വരുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ശാലോമോനെ സംബന്ധിച്ചിടത്തോളം അവൻ വചനത്തിൽ ഇങ്ങനെ അതിന്റെ എഴുതിയിരിക്കുന്ന, അവൻ ജനത്തിന് നടുവിലിരിക്കുന്നു. അപ്പൊ ശാലോമോൻ വസിച്ചിരുന്ന ജനത്തിന്റെ നടുവിലാണ്, നാം ക്രിസ്തുവിലാണ്. അവൻ ആരുടെ നടുവിൽ വസിച്ചോ അവരെ കുറിച്ചുള്ള അറിവാണ് അവന്റെ സമ്പത്ത്. നാം എവിടെയാണോ വസിക്കുന്നത് ആ വസിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ സമ്പത്ത്. നിങ്ങൾ എവിടെയാ വസിക്കുന്നത്? ശാലോമോൻ പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ജനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവന്റെ സമ്പത്ത്. നാം ക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമ്മുടെ സമ്പത്ത്. അതായത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഏത് നിലവാരത്തിൽ നിങ്ങൾ ജീവിച്ചാലും പ്രോസ്പറായി തന്നെ നിങ്ങൾക്ക് ജീവിക്കാം. എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ എവിടെയാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ. എഫേസ്യ ലേഖനം 2:6 പറയുന്നത്, ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുന്നുള്ള ബോധ്യമില്ല, കർത്താവിലാണെന്നുള്ള ബോധ്യം. ആ ബോധ്യം മനോഭാവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അളവിടാൻ കഴിയാത്ത സമൃദ്ധി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നിങ്ങൾ ഞെരുക്കവും ദാരിദ്ര്യം അനുഭവിക്കുന്നു, ആ മേഖലകളെല്ലാം സമൃദ്ധിയായി ശോഭിക്കാൻ, പ്രകാശിക്കാൻ കഴിയും. എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകും.
അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പോലെ ഞെരുങ്ങി ദാരിദ്ര്യത്തിലും തകർന്നും ഈ സാമ്പത്തികമായ വിഷയത്തെക്കുറിച്ചുള്ള ഭാരം ചുമന്നും ജീവിക്കാനുള്ളവരല്ല നിങ്ങൾ. നിങ്ങളുടെ വിളി അതല്ല. ഒന്നിനും കുറവില്ലാത്തവരായി, തികഞ്ഞവരായി, ഒന്നിനും മുട്ടില്ലാത്തവരായി ജീവിക്കാന്നുള്ളത് യാക്കോബിന്റെ ലേഖനം 1:4. അതാണ് നിങ്ങളുടെ വിളി, അതാണ് നമ്മുടെ കോണം. അപ്പൊ അതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? വളരെ പ്രാധാന്യത്തോടെ ഉള്ളിലുള്ള പ്രോസ്പെറിറ്റിയെ, ഉള്ളിലുള്ള ദൈവത്തോടുള്ള ഫെലോഷിപ്പ്, ദൈവത്തോടുള്ള വൺനെസ്, അവിടെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പുറമേ ഉള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി നിങ്ങളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. ആർക്കും നിങ്ങളെ തടയാൻ കഴിയത്തില്ല. വചനം പറഞ്ഞു, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയെ തിരിച്ചറിഞ്ഞ് അതിൽ വാഴുവാനായിട്ട് ഈ തിരിച്ചറിവ്, ഈ ജ്ഞാനം നിങ്ങളെ സഹായിക്കട്ടെ. അതെ, ശാലോമോന് ജനത്തിന്റെ ഹൃദയം അറിഞ്ഞത് അവന്റെ ജീവിതത്തിൽ എല്ലായിടത്തെയും സമൃദ്ധിയെ കൊണ്ടുവന്നെങ്കിലും നാം കർത്താവിന്റെ ഹൃദയം അറിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയെ കൊണ്ടുവരാൻ കാരണമാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ കർത്താവെ, നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിന്റെ നിറവിലും ദൈവകൃപയിലും ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിന്റെ ഹൃദയം അറിഞ്ഞ് ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ അവരെ സഹായിക്കണം. എവിടെയൊക്കെ അവര് അങ്ങയുടെ കൃപയെയും സ്നേഹത്തെയും ഔദാര്യദാനങ്ങളെയും തെറ്റിദ്ധരിച്ച് സമൃദ്ധിയിൽ നിന്ന് പുറകോട്ട് പോയോ, അവരവിടെ കർത്താവെ തിരുത്തപ്പെട്ട് അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സമൃദ്ധി ദൈവം ആഗ്രഹിക്കാത്തതാണ്. ദൈവം ആഗ്രഹിക്കുന്ന സമൃദ്ധി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ദൈവത്തോടുള്ള ആഴമേറിയ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ദൈവം തനിക്കുള്ളതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യത്തില്ലേ? ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങി തകർന്ന് കടം മേടിച്ച് അനേകരുടെ മുമ്പിൽ ഒരു ലജ്ജാവിഷയമായി നിൽക്കേണ്ടവരല്ല. നിങ്ങൾ അനുഗ്രഹത്തിൽ വാഴുവാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ഭാരങ്ങളെയും മറന്ന് കർത്താവിനോട് ആഴമേറിയ ബോധ്യത്തിൽ നിലനിൽക്കുവാൻ പ്രയോജനപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രോസ്പെറിറ്റിയിൽ നിന്ന് പ്രൊവിഷൻ എൻജോയ് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.